വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പയറ് തോരൻ്റെ റെസിപ്പിയാണ്. വൻപയറാണിത്. ഇനി ചെറുപയറാണെങ്കിലും ഇതേ രീതിയിൽ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പയറ് തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 200 ഗ്രാം വൻപയറാണ് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പയറ് തോരൻ വെക്കാൻ എടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമുക്ക് വെള്ളത്തിലിട്ട് ഇതുപോലെ നന്നായൊന്ന് കുതിർത്തെടുക്കണം. കുതിർത്തെടുത്ത പയറ് ഒരു കുക്കറിലേക്കിട്ട് 2 വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 5-6 കഷ്ണം ചെറിയുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും 1 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ ജീരകം ചേർക്കാൻ അങ്ങ് മറന്നു പോയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം നമ്മൾ ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട സമയത്ത് തന്നെ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും അരഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് പയറ് തോരന് വേണ്ടിയുള്ള കടുക് താളിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് 1-2 വറ്റൽമുളകും ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്ക് ആ കടുക് താളിച്ചതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇനി ആ ഒരു അരപ്പ് ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരണം. കുറച്ച് സമയമെടുത്ത് നമ്മളിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പയർ തോരന് നല്ലൊരു ടേസ്റ്റ് പറ്റുന്നത്. അപ്പോൾ അരപ്പെല്ലാം ഇതുപോലെ നന്നായി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കാൻ വെച്ചപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിട്ട ആ പയറും അരപ്പും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ നനവൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ പയർ വെന്ത് വരുമ്പോൾ ആ വെള്ളം ഇതിനോടൊപ്പം ചേർക്കേണ്ട കാര്യമില്ല, കാരണം വേവിച്ച പയറാണ്. അപ്പോൾ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് ആ പയർ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി വരുമ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ തോരനാണ് കിട്ടുന്നത്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പയർ തോരനാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ചോറിനോടൊപ്പമൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകുന്നു. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെയാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയുന്നത്. അപ്പോൾ ആരും ഇനി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ശ്രീ.